السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله. 29ാമത് പ്രോഫ് കോഡിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് അതിന്റെ വ്യത്യസ്തങ്ങളായ സെഷനുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രോഫ് കോൺ ഓരോ ചരിത്രം കുറിക്കുമ്പോഴും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ പലപ്പോഴും പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിന്റെ ചരിത്രങ്ങളെക്കുറിച്ചും ഇസ്ലാമിന്റെ അറിവുകളെ കുറിച്ചുമാണ്. നമ്മൾ കടന്നു പോകുന്നത് 7ാം നൂറ്റാണ്ടെന്ന് പറയുന്ന, അതല്ലെങ്കിൽ പലപ്പോഴും ആളുകൾ കളിയാക്കാറുള്ള 6ാം നൂറ്റാണ്ടിന്റെ ചരിത്രം മുതൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രത്തിലേക്കാണ് ഏതാനും നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോ തിരിച്ചു പോകുന്നത് അങ്ങ് മക്കയുടെ മണലാരണ്യങ്ങളിലെ ബദറിന്റെ ആ ഒരു രംഗത്തേക്കാണ്. ആ ബദറിന്റെ രംഗത്ത് അള്ളാഹുവിന്റെ പ്രവാചകനും പ്രവാചകന്റെ സ്വഹാബത്തും ബദറിന്റെ തലേ ദിവസം മരത്തിന്റെ ചുവട്ടിൽ ഒരുമിച്ച് ചേരുന്ന രംഗം ചരിത്രം നമ്മളെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, പ്രവാചകൻ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, യുദ്ധം അനിവാര്യമായി വന്നിരിക്കുന്നു, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? പ്രവാചകനോട് സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞ മറുപടി, അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ ഒരു കടയിലേക്ക് എടുത്തു ചാടിയാൽ ഞങ്ങൾ താങ്കളോടൊപ്പം ഉണ്ടാകും, അതുകൊണ്ട് ഞങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടാകും. ഒരിക്കലും മൂസാ നബിയോട് തന്റെ സമൂഹം പറഞ്ഞ രൂപത്തിലുള്ള ഒരിക്കലുമുള്ള വികലമായ വാദങ്ങൾ ഞങ്ങൾ പറയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറയാൻ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് 7ാം നൂറ്റാണ്ടിന്റെ ബദറിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ അചഞ്ചലമായ, ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ അചഞ്ചലമായ പ്രതീകമായിരുന്നു ബദർ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു നേട്ടമായിക്കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. ചരിത്രം എപ്പോഴും നമ്മെ ഓർക്കാൻ പ്രേരിപ്പിക്കുന്ന, നമ്മെ ത്രസിപ്പിക്കുന്ന, നമുക്ക് വലിയ ഊർജം നൽകുന്ന ചരിത്രത്തിന്റെ ഏടുകൾക്കൊപ്പം തന്നെ ഒരിക്കലും മുസ്ലിങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത, ഓർക്കുമ്പോൾ തന്നെ പ്രയാസവും പ്രതിസന്ധികളും നമ്മുടെ മനസ്സുകളിലേക്ക് വരുന്ന, നമ്മുടെ മനസ്സിനെ, നമ്മുടെ കണ്ണുകളെ അണിയിപ്പിക്കുന്ന വലിയ ചരിത്രങ്ങൾ ഈ 14 നൂറ്റാണ്ടുകൾക്കിടയിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എല്ലാവർക്കും മാർഗദീപമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച ആ ഏറ്റവും അവസാനത്തെ പ്രവാചകൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധപ്പതിച്ചിരുന്ന ഒരു സമൂഹത്തെ അവിടെ പരിവർത്തിപ്പിച്ചുകൊണ്ട് കൃത്യമായ, ഏറ്റവും ഉദാത്തമായ ഒരു സമൂഹമാക്കി, ഒരു സമുദായമാക്കി പരിവർത്തിപ്പിച്ചെടുത്ത ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി എന്നത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ടമിടറിക്കുന്ന, അവന്റെ കണ്ണുകളെ ഈറനണിയിക്കുന്ന ഏറ്റവും സങ്കടകരമായ വാർത്തയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിൽ നിന്ന് യാത്രയായി എന്നറിഞ്ഞപ്പോ പ്രവാചകന്റെ സ്വഹാബത്തിന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പോലും, അവർക്ക് എന്താണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പോലും കൃത്യമായി ധാരണയില്ലാത്ത രൂപത്തിൽ പ്രവാചകന്റെ ഏറ്റവും അരിമ ശിഷ്യനായിരുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സമചിത്തത കൈവെടിയുകയാണ്. അതാ പ്രവാചകൻ മരിച്ചുവെന്ന് ആര് പറഞ്ഞു, അവന്റെ തല ഞാൻ കൊയ്തെടുക്കുമെന്ന് പറയുന്നിടത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് അവിടെ കൃത്യമായി ആ സാഹചര്യത്തെ അറിഞ്ഞ് ഇടപെട്ട് അവിടെ മനസ്സിലാക്കി കൊടുക്കുകയാണ്, ആരെങ്കിലും പ്രവാചകനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ആ പ്രവാചകൻ മരണപ്പെട്ടിരിക്കുന്നു, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആരെങ്കിലും ആരാധിക്കുന്നത് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മരിക്കാത്തവനാണ് അല്ലാഹു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ ദുഃഖത്തിന്റെ, പ്രയാസത്തിന്റെ വേള ഇന്നൽ വഹ്യ ഖദ് ഇൻഖതഅത്, അതാ ആകാശ ലോകത്ത് നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് നീട്ടിയിട്ട വഹയിന്റെ കയറ്
അതതാ മുറിഞ്ഞുപോയിരിക്കുന്നു. അത്രയും ദുഃഖകരമായ മദീന, ഇരുളടഞ്ഞുപോയ, എല്ലാവരും കരഞ്ഞുപോയ ആ ദുഃഖത്തിന്റെ, വ്യസനത്തിന്റെ, വിഷമത്തിന്റെ ചരിത്രവും ഇതോടൊപ്പം നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വിശ്വാസം, ആ വിശ്വാസത്തിലൂടെ അചഞ്ചലമായി തീർന്ന ഏറ്റവും വലിയ സുദൃഢമായ ഒരു കാലഘട്ടം. അതിനുശേഷം പ്രവാചകന്റെ വഫാത്തോടുകൂടി ആ വഫാത്തിന്റെ ഏറ്റവും വലിയ പ്രയാസമേറിയ കാലഘട്ടത്തിലൂടെയാണ് ഇസ്ലാം കടന്നുപോയിട്ടുള്ളത്. ഇനി നമ്മൾ കടന്നു പോകുന്നത് 7-8 നൂറ്റാണ്ടുകളുടെ ഖലീഫമാരുടെ ചരിത്രങ്ങളിലേക്കാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാനായ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നമ്മളോട് രേഖപ്പെടുത്തി വെച്ചൊരു വാചകമുണ്ട്: സ്വതന്ത്ര ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ നീതിയാണെന്ന്. നമുക്ക് എല്ലാവർക്കും എഴുതി വെക്കപ്പെട്ട രൂപത്തിൽ മഹാത്മാഗാന്ധി നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ കാണുന്ന രാഷ്ട്രത്തിന്റെ ഒരു സംവിധാനത്തെ, ആ രാഷ്ട്രത്തിന്റെ സംവിധാനം രൂപപ്പെടുത്തിയെടുക്കുന്ന രൂപത്തിലേക്ക് ലോകത്തിന്റെ മുമ്പിൽ മാതൃക കാണിച്ചു കൊടുക്കാൻ ഉമറിന്റെ നീതിക്ക്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നീതിക്ക് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു സുവർണമായ കാലഘട്ടം നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. രാത്രികളിലൂടെ, രാത്രി തന്റെ പ്രജകൾ ഉറങ്ങിക്കിടക്കുമ്പോ ആ പ്രജകളുടെ പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ യാത്ര ചെയ്യുന്ന ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിന്റെ തൊട്ടുശേഷം ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് കാലഘട്ടവും നമ്മൾക്ക് വായിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത, അത്രത്തോളം പ്രയാസമില്ലാത്ത, യാതൊരു വിധത്തിലും സുഭിഷ്ടമായ രൂപത്തിൽ എല്ലാ ആളുകളും കഴിഞ്ഞുകൂടുന്ന ഒരു തലത്തിലേക്ക് തന്റെ രാഷ്ട്രത്തെ കൊണ്ടുചെന്നെത്തിക്കാൻ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് കാലഘട്ടത്തിൽ സാധിച്ചു എന്നുണ്ടെങ്കിൽ, സഹോദരങ്ങൾ, ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഏടുകളാണിതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുലഫാ ഉർ-റാഷിദീങ്ങളുടെ ഏറ്റവും സുവർണമായ കാലഘട്ടം, എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി പറയുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം, ഇസ്ലാമിന്റെ ഫുത്വഹത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിന്റെ വിജയങ്ങൾ ഇങ്ങനെ അതാ ഭൂഖണ്ഡങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെയാണ് ആഭ്യന്തര കലാപങ്ങൾ പുറപ്പെടുന്നത്. ഇത് കൃത്യമായി ഈ ഒരു 14 നൂറ്റാണ്ടുകളുടെ ചരിത്രം ഇവിടെ സൂചനകൾ മാത്രം തന്നു പോകുമ്പോൾ ഇത് നമ്മുടെ പഠനങ്ങൾക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. ഇസ്ലാമിൽ അതാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വധത്തോടു കൂടി തുടങ്ങുന്ന രക്തച്ചൊരിച്ചിലുകൾ, ജമൽ സുഫീൻ യുദ്ധങ്ങൾ, ജൂതന്മാരുടെയും മുനാഫിക്കുകളുടെയും അവരുടെ നൈമിഷികമായ ചില സന്തോഷങ്ങൾക്ക് വേണ്ടി അവർ പടച്ചുവിട്ട ഒരുപാട് ആരോപണങ്ങൾ, അങ്ങനെ ജമൽ യുദ്ധവും സുഫീൻ യുദ്ധവും, അവിടുന്ന് അങ്ങോട്ട് പ്രവാചകന്റെ കുടുംബത്തോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ് ആ സ്നേഹത്തിൽ ചാലിച്ച ആ ചതി, കൊടുംചതി, കർബല നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് ഓടി വരേണ്ടതുണ്ട്. ജമൽ സുഫീൻ യുദ്ധങ്ങളും ആഭ്യന്തര കലാപങ്ങളും അവിടുന്ന് പ്രവാചകന്റെ കാലഘട്ടം മുതൽ തുടങ്ങിയ ആ ഇസ്ലാമിനെതിരായിക്കൊണ്ടുള്ള ഖവാരിജുകളുടെ, അതേപോലെ തന്നെ ഇന്നും നമ്മൾ വേദനയോടുകൂടി സ്മരിക്കുന്ന മുസ്ലിം ലോകം വേർതിരിക്കപ്പെടുന്ന ഒരു ഘടകമുണ്ട്, സുന്നി ഷിയ. അങ്ങനെ സുന്നികളും ഷിയാക്കളുമായി കൊണ്ട് വേർപ്പെടുത്തപ്പെടുന്ന ആ ഒരു ഘട്ടം, അവിടെ ആഭ്യന്തര കലാപങ്ങൾ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത, നമ്മൾ ഒരിക്കലും കേൾക്കാൻ ശ്രമിക്കാത്ത, പഠിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഘട്ടം, ഒരു കാലഘട്ടം അവിടെ തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും 7-ാം നൂറ്റാണ്ടിൽ നിന്ന് ആരംഭിച്ച് ഇതാ 7-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 8 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇനി 8 മുതൽ 14 വരെയുള്ള നൂറ്റാണ്ടിന്റെ ചരിത്രം ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണെന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രൂപത്തിൽ ശാസ്ത്രത്തിന്റെ മേഖലകളിൽ, തത്വചിന്തയുടെ മേഖലകളിൽ, അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിന്റെ മേഖലകളിൽ ഇബ്നു സീന അടക്കമുള്ള പണ്ഡിതന്മാർ, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഫിർനാസ് അടക്കമുള്ള ചരിത്ര പണ്ഡിതന്മാർ ലോകത്തിന്റെ മുമ്പിലേക്ക് തുറന്നു വെക്കപ്പെട്ട അറിവിന്റെ വാതായനങ്ങൾ ഇന്ന് ലോകത്തെ മോഡേൺ സയൻസിന്റെ മുമ്പിൽ പോലും ഇന്ന് അന്നത്തെ രൂപത്തിൽ കിടപിടിക്കുന്ന രൂപത്തിലുള്ള ആശയങ്ങളായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ 8 മുതൽ 14 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബഗ്ദാദിൽ ആ കാലഘട്ടത്തിൽ സ്ഥാപിച്ച ബൈത്തുൽ ഹിക്മ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്, അല്ലേ? ബൈത്തുൽ ഹിക്മ ലോകത്തിന്റെ മുമ്പിലേക്ക് ഒരു വിളക്കുമാടമായിക്കൊണ്ട്
ബൈത്തുൽ ഹിക്മ മാറിയപ്പോ ആ കാലഘട്ടത്തിലെ ആരും ചിന്തിക്കാത്ത രൂപത്തിൽ ഇന്നത്തെ യൂണിവേഴ്സിറ്റികളുടെ രൂപത്തിലേക്ക്, യൂണിവേഴ്സിറ്റി എന്നുള്ള രൂപത്തിലേക്ക്, കൊർഡോവ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളെ സ്ഥാപിക്കുന്ന രൂപത്തിലേക്ക് ചരിത്രം നമ്മളെ കൊണ്ടുപോകുമ്പോ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ സുവർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബഗ്ദാദ് മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം ലോകത്തിന്റെ ഹൃദയമായിരുന്നു ബഗ്ദാദ്. മംഗോളിയൻ ആക്രമണത്തോടുകൂടി ബഗ്ദാദ് നശിപ്പിക്കപ്പെടുകയാണ്. ബൈത്തുൽ ഹിക്മ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ബൈത്തുൽ ഹിക്മ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ അടങ്ങിയ, ലോകത്ത് എവിടെയൊക്കെ വൈജ്ഞാനികമായ ഗ്രന്ഥങ്ങളുണ്ടോ അത് ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ മാത്രമല്ല, എല്ലാ ഭൗതിക വിജ്ഞാനീയ ശാഖകളുടെയും ഒരു യൂണിവേഴ്സിറ്റി, ഇന്നത്തെ ആധുനിക യൂണിവേഴ്സിറ്റികളെ വെല്ലുന്ന രൂപത്തിലുള്ള ഏറ്റവും വലിയ സംവിധാനമായിരുന്നു ബൈത്തുൽ ഹിക്മ. ആ ബൈത്തുൽ ഹിക്മ നാം പഠന വിധേയമാക്കേണ്ടതുണ്ട്. എന്തായിരുന്നു ബൈത്തുൽ ഹിക്മ? മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ ഉന്നതി നേടിത്തന്നിരുന്ന, മുസ്ലിങ്ങൾക്ക് വലിയ ഉയർച്ച നേടിത്തന്നിരുന്ന യൂറോപ്പ് വൈജ്ഞാനികമായി ഇരുട്ടിലായിരുന്ന കാലഘട്ടത്തിൽ ആ യൂറോപ്പിനെ പോലും വെല്ലുന്ന രൂപത്തിൽ അതാ മുസ്ലിങ്ങൾ എല്ലാ വൈജ്ഞാനിക ശാഖകളുടെയും എല്ലാ ശാസ്ത്ര ശാഖകളുടെയും ഒക്കെ തലതൊട്ടപ്പന്മാരായിക്കൊണ്ട് അങ്ങനെ വളർന്നു വന്നതിൽ ഏറ്റവും വലിയ പങ്കുള്ള ഒരു സംവിധാനമായിരുന്നു ഈ ബൈത്തുൽ ഹിക്മയടക്കം കൊർഡോവയടക്കമുള്ള സംവിധാനങ്ങൾ. അത് മംഗോളിയൻ അക്രമത്തോടുകൂടി നശിപ്പിക്കപ്പെടുകയാണ്. 16 ലക്ഷത്തോളം മുസ്ലിങ്ങൾ അതാ രക്തരൂക്ഷിതമായ ആ ഒരു കലാപത്തിൽ കൊല്ലപ്പെട്ടു. വലിയ പ്രതിസന്ധി ലോകം നേരിട്ടു. ബഗ്ദാദ് പൂർണ്ണമായും ബൈത്തുൽ ഹിക്മയടക്കമുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന അമൂല്യ ഗ്രന്ഥങ്ങൾ, അമൂല്യ കൃതികൾ, ലക്ഷക്കണക്കിനുള്ള ആ മൂല്യകൃതികൾ പോലും നശിപ്പിച്ച് ഒന്നുമല്ലാതെയാക്കി. അതാ യൂഫ്രട്ടീസ് നദിയിൽ അവിടെ ഒരു പാലം കണക്കെ ആ ബൈത്തുൽ ഹിക്മയിലെ ഗ്രന്ഥങ്ങൾ കൊണ്ടിട്ട് പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, ആ നദിയിലെ വെള്ളം പൂർണ്ണമായും ഇരുണ്ട രൂപത്തിൽ ആ ബൈത്തുൽ ഹിക്മയുടെ അവിടുത്തെ പുസ്തകങ്ങളുടെ മഷികൾ കലർന്നതിന് ശേഷം ആ വെള്ളം പോലും ഇരുണ്ടുപോയി, മഷി കലർന്നുപോയി എന്ന് പറയുന്ന ആ ഇരുണ്ട ഒരു ചരിത്രം, ബഗ്ദാദ് നശിപ്പിക്കപ്പെട്ട മംഗോളിയൻ ആക്രമണത്തിന്റെ ചരിത്രം നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, 8-14 വരെയുള്ള നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മളുടെ ഏക്കാലത്തെയും ഇന്നും ലോക മുസ്ലിമീങ്ങളുടെ ദുഃഖമാണ് പലസ്തീൻ എന്ന് പറയുന്നത്, അല്ലെ? ജെറൂസലേം കീഴടക്കുന്നത്, ആ കാലഘട്ടത്തിലെ ജെറൂസലേം കീഴടക്കി സലാഹുദ്ദീൻ അയ്യൂബി അത് തിരിച്ചു പിടിക്കുന്ന രംഗം ചരിത്രത്തിന്റെ തങ്കലിപികളാൽ രേഖപ്പെടുത്തി വെക്കേണ്ടുന്ന ഒരു സമയമാണ്, അല്ലെ? അത്തരത്തിലുള്ള രൂപത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങൾ, അതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ അടക്കമുള്ള ഏറ്റവും വലിയ വ്യാപാര ശൃംഖലകൾ രേഖപ്പെടുത്തി വെക്കുന്നത്, അത് തിരിച്ചു പിടിക്കുന്നത് ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നീതിയുടെ സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന ചില ആളുകളുടെ രക്തക്കൊതി ആ ചരിത്രത്തിൽ നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കും. കുരിശുയുദ്ധങ്ങൾ, ആ കുരിശുയുദ്ധങ്ങളെ കൃത്യമായി പഠനവിധേയമാക്കുമ്പോഴാണ് അത്തരം ആളുകളുടെ യഥാർത്ഥ പ്രപഗണ്ട നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കുരിശുയുദ്ധം അത് ഇസ്ലാമിനെ ഏറെ നശിപ്പിച്ച, മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ച യുദ്ധങ്ങളായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി കുരിശേന്തിക്കൊണ്ടുള്ള യുദ്ധം. ജെറുസലേമിനെ അതാ മോചിപ്പിക്കാൻ എന്ന പേരിൽ പോപ്പടക്കമുള്ള ആളുകൾ അവരുടെ ആജ്ഞയനുസരിച്ചുണ്ടായ കുരിശ് യുദ്ധങ്ങൾ, അത് 1, 2, 3 പിന്നിട്ട് മുസ്ലിം ലോകത്തെ പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ. ഉന്ദുലുസിനെ ഇല്ലാതാക്കിക്കൊണ്ട് മുസ്ലിങ്ങളുടെ ഭരണം അവിടെ നിർത്തലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും അതിന് പിന്നിലുള്ള ഒരുപാട് ഗൂഢാലോചനകളും ഈ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുകയാണ്. അവിടെയാണ് കുരിശുയുദ്ധങ്ങൾ, ആ കുരിശുയുദ്ധങ്ങൾ മുസ്ലിങ്ങളെ എത്രത്തോളം ഭൗതികമായി അതേപോലെ തന്നെ അത്തരത്തിൽ പിന്നാക്കം വലിച്ചുവെന്ന് നമ്മൾ ഈ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി കൊണ്ട് ബോധ്യപ്പെടും. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓട്ടോമൻ സാമ്രാജ്യം, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം,
ഓട്ടോമൻ സാമ്രാജ്യം അതിന്റെ ആരംഭം, ആ ഒരു സാമ്രാജ്യത്തിന്റെ തുടക്കം അവരെ കുറിക്കപ്പെടുന്ന രംഗം മുതൽ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 1299 മുതൽ 1924 വരെ നമ്മൾ എല്ലാവരും വായിച്ചു നോക്കണം. നമ്മളിപ്പോ ജീവിക്കുന്നത് 2025-ലാണ്. 1299 മുതൽ 1924 വരെ മുസ്ലിം ഉമ്മത്തിനെ ഒരുമിച്ച് ചേർത്ത് നിൽക്കുന്നതിൽ അതിന്റെ പങ്ക് വഹിച്ച ഏറ്റവും വലിയ ശക്തിയായിക്കൊണ്ട് മികച്ച ഭരണത്തിലൂടെ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ വാസ്തുശാസ്ത്രത്തിലടക്കം ഏറ്റവും വലിയ സംഭാവനകൾ നൽകാൻ ഈ ഒരു ഓട്ടോമൻ സാമ്രാജ്യത്തിന് സാധിച്ചു എന്നുള്ളത് ഇസ്ലാമിന്റെ ഈ ഒരു സാമ്രാജ്യത്വ ശക്തികൾക്ക് മുമ്പേയുള്ള ഏറ്റവും വലിയൊരു നന്മയായിക്കൊണ്ട്, ഒരു പ്രത്യേകതയായിക്കൊണ്ട് നമ്മൾ വായിച്ചെടുക്കേണ്ടത് തന്നെയാണ്. 1924 ഒട്ടോമൻ സാമ്രാജ്യവും ആ ഖിലാഫത്തും അവസാനിക്കുന്നതോടുകൂടി മുസ്ലിങ്ങളുടെ ഐക്യത്തിന്റെ, മുസ്ലിങ്ങളുടെ അഖണ്ഡതയുടെ ചരിത്രം അവിടെ അവസാനിക്കുകയാണ്. ആ ഒട്ടോമൻ സാമ്രാജ്യത്തെ നശിപ്പിച്ചതോടുകൂടി 1924 മുസ്ലിങ്ങളുടെ എല്ലാവിധ ഭൗതികമായ എല്ലാ വളർച്ചയും അതിന്റെ സ്തംഭനമാണ് നമ്മൾ 1924 മുതൽ കാണുന്നത്. അവിടെ മുസ്ലിം രാജ്യങ്ങൾ കോളനിവൽക്കരിക്കപ്പെടുകയും ഖിലാഫത്ത് എന്ന് പറയുന്ന സംവിധാനങ്ങൾ ഒട്ടോമൻ സാമ്രാജ്യത്തോടുകൂടി, ഒട്ടോമൻ ഉസ്മാനിയ ഖിലാഫത്തോടുകൂടി ആ സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള ഖിലാഫത്ത് സംവിധാനങ്ങൾ അവസാനിപ്പിച്ച് പൂർണ്ണമായും മുസ്ലിം രാജ്യങ്ങളെ അവരുടെ കോളനികളാക്കി മാറ്റുകയും മുസ്ലിം സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധത്തിലുള്ള ഭൗതികമായ സംവിധാനങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ടാണ് പിന്നീട് അത്തരം പാശ്ചാത്യ നാടുകൾ മുന്നോട്ട് പോയത്. തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ ഓട്ടോമൻ സാമ്രാജ്യം അത് ഉണ്ടാക്കിയെടുത്ത മുസ്ലിം സമൂഹത്തിന്റെ, മുസ്ലിം ഉന്നമനത്തിന്റെ ഏറ്റവും വലിയ കാലഘട്ടം അത് കോളനിവൽക്കരണത്തിലൂടെ അവസാനിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അങ്ങ് അറേബ്യയുടെ മണ്ണിൽ മക്കയുടെ മണലാരണ്യങ്ങളിൽ ആരംഭിച്ച പരിശുദ്ധമായ ഇസ്ലാം അത് ലോകത്തിന്റെ മുമ്പിലേക്ക് വ്യാപിക്കുകയാണ്. അത് അവിടെ നിന്ന് വ്യാപിച്ച് 3 ഭൂഖണ്ഡങ്ങളിലേക്ക് വരെ അത് വ്യാപിച്ച് സ്പെയിനും അതുപോലെ തന്നെ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോലും, ഇന്ന് നമ്മൾ യൂറോപ്പിന്റെ അധീനതയിലിരിക്കുന്ന രാജ്യങ്ങൾക്ക് പോലും ഒരു കാലത്ത് ഇസ്ലാമിന്റെ മുൻപിലേക്ക് കൊണ്ടുവരാൻ ഇസ്ലാമിന്റെ സുന്ദരമായ കാലഘട്ടത്തിന് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യത്തോടു കൂടി അത് അവസാനിക്കുന്ന രംഗം നമ്മൾ കാണുകയാണ്. ഇനിയോ നമ്മൾ ഇനി കാണേണ്ടത് ആ കാലഘട്ടം മുതൽ 20-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നീണ്ട ഒരുപാട് കാലഘട്ടത്തെ കോളനി ഭരണത്തിന് ശേഷം ഇന്ത്യയും ഇന്തോനേഷ്യയും അതുപോലെ തന്നെ മലേഷ്യയും അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ അത് സ്വതന്ത്രമാകുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. സ്വതന്ത്രമാവുകയാണ് ഇന്ത്യ, അതുപോലെ തന്നെ ഇന്തോനേഷ്യ, മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ അത് സ്വതന്ത്രമായിക്കൊണ്ട്, അതുപോലെ തന്നെ പല രാജ്യങ്ങളും മുസ്ലിം ഉമ്മത്തിന്റെ പുനരുജ്ജീവനത്തിന്റെ ഒരു പ്രതീക്ഷ, അതിന്റെ ഒരു പുതിയ നാമ്പ് അവിടെ കുറിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1948 ഇന്നും മുസ്ലിം സമൂഹം ഏറെ വേദനിക്കുന്ന, ഏറെ പ്രയാസപ്പെടുന്ന ഒരു നഷ്ടമായിരുന്നു ഫലസ്തീന്റെ നഷ്ടം. ഇന്നും സജീവ ചർച്ചകളാണ്. ഒരു പുണ്യഭൂമിയെ നശിപ്പിക്കപ്പെടുകയും ആ പുണ്യഭൂമിയെ ഒന്നുമില്ലാതാക്കുകയും നാമാവശേഷമാക്കുകയും അവിടുത്തെ ആളുകളെ പൂർണ്ണരായും ഭവനരഹിതരാക്കുകയും സ്വന്തം ജനിച്ച നാടിൽ നിന്ന്, വളർന്ന നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചിലരുടെ രക്തക്കൊതിക്ക് വേണ്ടി, ചിലരുടെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി താൻ ജനിച്ച മണ്ണും തന്റെ കുടുംബങ്ങളുമൊക്കെ ഒഴിവാക്കി പോരേണ്ടി വരുന്ന അവസ്ഥ 1948 മുതൽ ഫലസ്തീനികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവരുടെ ഓരോ പിഞ്ചു കുഞ്ഞും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകം ഇന്ന് അവർക്ക് മുമ്പിൽ നിസ്സഹായരായി നിൽക്കുകയാണ്. ലോകത്തോട് ഓരോ പിഞ്ചു കുഞ്ഞും കൈ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുക, എന്തിന് അവർ കൊല്ലപ്പെടുന്നുവെന്ന്, എന്തിന് അവർ ഭവനരഹിതരാക്കപ്പെടുന്നുവെന്ന്, എന്തിനവർ യതീമാക്കപ്പെടുന്നുവെന്ന്. അത്രയും പ്രയാസപ്പെടുത്തപ്പെടുന്ന ആ ഒരു കാലഘട്ടം 1948 ഫലസ്തീൻ പുണ്യഭൂമി നശിപ്പിക്കപ്പെടുകയാണ്. അവിടെ നിന്നിങ്ങോട്ട് ഫലസ്തീന് ഗസയിലടക്കമുള്ള ഏതൊരു മനുഷ്യനെയും കരളലിയിപ്പിക്കുന്ന
ഏതൊരു മനുഷ്യനെയും ചിന്തിപ്പിക്കുന്ന രീതിയിൽ വളരെ ക്രൂരമായി, വളരെ ഭീതിതമായ സാഹചര്യത്തിലാണ് ഫലസ്തീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 14 നൂറ്റാണ്ട് ചരിത്രത്തിൽ മുസ്ലിങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത, മുസ്ലിങ്ങൾ ആലോചിക്കാൻ ആഗ്രഹിക്കാത്ത, ഒരിക്കലും നമ്മൾ തിരിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കാത്ത അത്തരം ഇരുണ്ട ചില അധ്യായങ്ങൾ കൂടി ഈ ചരിത്രത്തിനുണ്ട് എന്ന് നാം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. 1990കളിലേക്ക് വന്നാൽ ഈ പറയപ്പെട്ട ബോസ്നിയയും ഇറാഖും സിറിയയും അവിടെ ഉണ്ടായിരുന്ന ആഭ്യന്തര കലാപങ്ങളും അത് പിന്നീട് യുദ്ധങ്ങളിലേക്ക് നയിച്ചതും അവിടുത്തെ ധാർമ്മികമായ തകർച്ചയും ഒരു വേള ഉസ്മാനി ഖിലാഫത്തും അതേപോലെ തന്നെ അമവി അബ്ബാസി ഖിലാഫത്തുകളൊക്കെ പറയുമ്പോഴും അതിൽ ഏറ്റവും സുവർണമായ ചില കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ സുവർണമായ കാലഘട്ടം എങ്ങനെ ഉണ്ടായി? അവിടുത്തെ ആ ഖലീഫമാരുടെ കൃത്യമായ പാരത്രികമായ ബോധ്യവും കൃത്യമായ റബ്ബിനെ പറ്റിയുള്ള ചിന്തയും ഉണ്ടായിരുന്ന, കൃത്യമായ ധാർമ്മിക ബോധമുണ്ടായിരുന്ന ആ അത്തരം ഖിലാഫത്തുകളിലായിരുന്നു മുസ്ലിങ്ങൾക്ക് ഉന്നതി ഉണ്ടായത്. മുസ്ലിങ്ങൾക്ക് ഉയർച്ചയുണ്ടായതൊക്കെ ധാർമ്മികതയെ കൃത്യമായി മുറുകെ പിടിച്ച് മുന്നോട്ട് പോയപ്പോൾ മുസ്ലിങ്ങൾക്ക് ഉന്നതി ഉണ്ടായി. ഇസ്ലാമിൽ നിന്ന്, ഇസ്ലാമിക ശിആറുകളിൽ നിന്ന്, ഇസ്ലാമികമായ മൂല്യങ്ങളിൽ നിന്ന് എപ്പോഴൊക്കെ പിന്നാക്കം വന്നു അവിടെയൊക്കെ മുസ്ലിങ്ങളായ നമുക്ക് വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രതീക്ഷകളും അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രങ്ങളിലെ ഇരുണ്ട കാലഘട്ടങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആധുനിക സമൂഹത്തിലേക്ക് 1960 മുതൽ ആധുനിക കാലഘട്ടത്തിലേക്ക് ഗൾഫ് നാടുകളിൽ എണ്ണപ്പാടങ്ങൾ, എണ്ണശേഖരങ്ങൾ കണ്ടെത്തുകയാണ്. സാമ്പത്തികമായി അറേബ്യൻ രാജ്യങ്ങളടക്കം സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഏറ്റവും നന്നായി ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് മക്കയും മദീനയും ഹറമൈനികൾ അത് രണ്ടും അവർ ഏറ്റവും നല്ല രൂപത്തിലുള്ള പുണ്യസ്ഥലങ്ങൾ, ലോകത്തെ ഏറ്റവും വലിയ ലോകോത്തര തീർത്ഥാടന കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ, വികസിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ, ഇസ്ലാമിക ഭരണകാലഘട്ടങ്ങളിലെ ഏറ്റവും തങ്കലിപികളാൽ രേഖപ്പെടുത്തി വെക്കേണ്ടുന്ന ഒരു സുദിനങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 14 നൂറ്റാണ്ടിന്റെ ചരിത്രം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ചെറിയ സൂചനകൾ മാത്രം നൽകാനാണ് ഇവിടെ ഞങ്ങൾ ആഗ്രഹിച്ചത്. ഇത് നമുക്കൊരു ചൂണ്ടുപലകയാണ്. ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ എന്തായിരുന്നു, നമുക്ക് എവിടെയൊക്കെ ഉന്നതി കൈവരിക്കാൻ സാധിച്ചു, എവിടെയൊക്കെ നമുക്ക് പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ട്, ആ പരാജയങ്ങളുടെ കാരണങ്ങൾ എന്തായിരുന്നു. ഇസ്ലാമിന്റെ ചരിത്രം ഫുതുഹാത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക വിജയങ്ങൾ മാത്രം പറയുന്നിടത്തല്ല, മറിച്ച് ഇസ്ലാമിന്റെ പരാജയങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കൃത്യമായി പഠിക്കുകയും ഈ ചരിത്രത്തെ കൃത്യമായി നേർവായനക്ക് നാം വിധേയമാക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.